പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ കാസർഗോഡ് നെല്ലിക്കുന്നിൽ കടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവാവിന്റെ മരണം അത് കൊലപാതകമെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ആദിത്യന്റെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളുണ്ടെന്നും ആഭരണങ്ങൾ കാണാനില്ലെന്നും ബന്ധുക്കൾ ആരോപിച്ചു. നെല്ലിക്കുന്ന് സ്വദേശി ആദിത്യനെ ഇന്നലെയാണ് കാണാതായത്. വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് സരീഷ് പിക്കുണ്ട്. സരീഷ്, ഇപ്പൊ എന്താണ് ബന്ധുക്കളുടെ ആരോപണം? ഇന്നലെയാണ് ആദിത്യനെ വീട്ടിൽ നിന്നും പുറത്തു പോകുന്നു എന്ന് പറഞ്ഞു പോവുകയും പിന്നീട് കാണാതാവുകയും ചെയ്തത്. ഇടയ്ക്ക് ചൂണ്ടയിടുന്ന ഒരു ശീലമുണ്ട്. അതിനിടയിൽ ചൂണ്ടയിടാൻ പോയിട്ടുണ്ടാകാം എന്ന സംശയമായിരുന്നു ആദ്യം ബന്ധുക്കൾ ഉണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി സുഹൃത്തുക്കളും പ്രദേശവാസികളും ചേർന്ന് ഈ നെല്ലിക്കുന്ന് കടപ്പുറം മേഖലകളിലൊക്കെ തിരച്ചിൽ നടത്തി. പക്ഷേ ഒന്നും കണ്ടെത്താനായിരുന്നില്ല. ഒടുവിൽ ഇന്ന് രാവിലെയാണ് വീണ്ടും ഈ ഭാഗത്ത് ഈ വല ഉപയോഗിച്ചുള്ള തിരച്ചിൽ നടത്തിയത്. അതിനിടയിലാണ് ആദിത്യന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഈ ആദ്യം പ്രേത പരിശോധനയിൽ ആദിത്യൻ ധരിച്ചിരുന്ന ചെയിനോ ഒപ്പം ബ്രേസ്ലെറ്റ് ഉൾപ്പെടെയുള്ളവ നഷ്ടമായതായി കണ്ടെത്തി. അത് വീട്ടുകാരോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ആദിത്യൻ സ്ഥിരമായി ഉപയോഗിക്കുന്നതാണ്. ഇന്നലെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും അത്തരത്തിൽ ഈ ബ്രേസ്ലെറ്റും ഒപ്പം തന്നെ ചെയിൻ ഉൾപ്പെടെയുള്ളവ ധരിച്ചിരുന്നു. അത് കാണാനില്ല എന്നായിരുന്നു ആദ്യം കണ്ടത്. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഈ മുഖത്ത്, കണ്ണിന്റെ ഭാഗത്ത് മർദ്ദനമേൽക്കുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതും അതോടൊപ്പം തന്നെ കൈയുടെയും കാലിന്റെയും ഭാഗത്ത് മർദ്ദനമേറ്റ രീതിയിലുള്ള പരിക്കുകൾ കാണുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് കൊലപാതകമാണോ എന്നൊരു സംശയം മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ ഫോൺ ഉൾപ്പെടെയുള്ളവ ഒന്നും തന്നെ കാണാതാവുകയും ചെയ്തിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസിൽ പരാതി നൽകുകയും ഈ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പോസ്റ്റ്മോർട്ടം പരിയാരം മെഡിക്കൽ കോളേജിലാവും നടത്തുക. ഫോറൻസിക് സർജന്റെ നേതൃത്വത്തിലാവും ഈ പരിശോധന, ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തുക. അതിനുശേഷമായിരിക്കും ഈ അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. അതോടൊപ്പം തന്നെ ചില സംശയങ്ങൾ ബന്ധുക്കൾ മുന്നോട്ട് വെക്കുന്നത് ഈ മേഖലയിൽ, അതായത് ഈ മൃതദേഹം കണ്ടെത്തിയ മേഖലയിൽ ആഴം വളരെ കുറവാണ്. വേലിയേറ്റ സമയത്ത് പോലും ഒരാൾ മുങ്ങാനുള്ള ആഴം ഈ മേഖലയിലില്ല. അപ്പോൾ സ്വാഭാവികമായും എങ്ങനെയാണ് ഒരു മുങ്ങി മരണം സംഭവിക്കുന്നത് എന്ന സംശയം കൂടി ബന്ധുക്കൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും ഇതിനെല്ലാം ഉത്തരം ലഭിക്കണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തേക്ക് വരേണ്ടതുണ്ട്. ശരി ശരി സരീഷ്, വ്യക്തമാണ്.